ചന്തുവിന്റെ റീസെന്റ് ഉള്ള കുറെ സ്റ്റിൽസിന്റെ ഇടയിൽ ഇവൻ ഒരു നെഗറ്റീവ് റോൾ ചെയ്ത ഒരിക്കും എന്നൊക്കെ പറഞ്ഞ കുറെ കമന്റ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. ഓൾറെഡി നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് സന്തോഷം തുടങ്ങി. അതും ഒരു വലിയ ഇത് ഇവരുടെ ഹൈറ്റ് വേരിയേഷൻ ഭയങ്കര ഒരു കോൺട്രാസ്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ കുറെ നല്ല മൊമെന്റ്സ് ഉണ്ട് സിനിമയിൽ. അല്ല, അമ്മയല്ല, അമ്മായി. ഒരു ചേഞ്ച് ഉണ്ട്. വിഷ്ണുവിന്റെ അമ്മായിയായിട്ടാണ്. അതിന് വ്യത്യസ്തമായിട്ട് ഒരു മാസമാണ് ഇതിനകത്ത് ടീച്ചറിനല്ലേ. ടീച്ചർ എന്താണ് ശ്രീധർ നീ പറയണം. ഇതിനകത്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എന്താ പറയുക, പ്രസ് മീറ്റ് ചെയ്യൂലേ, മറ്റേ ഇന്റർവ്യൂവില് 2 ക്യാമറയുടെ മുമ്പിൽ തകർത്തുള്ള ചെയ്യുള്ളൂ. അതാണ് ആദ്യം ഫസ്റ്റ് നമ്മുടെ ഡയറക്ടറിനോടാണ് ഈ പടത്തിലേക്ക് വിളിച്ചതിൽ. പിന്നെ മാസ്റ്ററാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം ഫൈറ്റ് താല്പര്യമുള്ള ആൾക്കാരാണെന്നുള്ളതൊക്കെ. അപ്പം അതുകൊണ്ട് +2 പിള്ളേരെ കഴി എന്താ പറയുക, പിള്ളേരുടെ പരിപാടികളാണ് വേറെ. വലിയ അടിയായിട്ട് പ്രതീക്ഷിക്കേണ്ട. പക്ഷെ എങ്കിലും മാസ്റ്റർ പറഞ്ഞ വിഷ്ണു പറഞ്ഞ പോലെ വലിയ മാസ് പരിപാടിയൊന്നും വെക്കാണ്ട് നല്ല നാടൻ പരിപാടിയിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഔട്ട് നന്നായിട്ടുണ്ട്, രസമായിട്ടുണ്ട്, നല്ല രസമുള്ള പടം. എല്ലാം ഉണ്ട്, ഇടി മാത്രമല്ല കേട്ടോ, എല്ലാം പക്ക. ടീച്ചറിനെ വരച്ച് വരെ നിർത്താൻ പറ്റി. ഉപ്പുമുളകിലെ ബാലുവിനെ നീലുവിന് പറ്റിയില്ല, പക്ഷെ എനിക്ക് പറ്റി. വരച്ച് വരെ നിർത്തിയിട്ടുണ്ട്. പറയാം പറയുന്നില്ല, പക്ഷെ എല്ലാം പുറത്തായിട്ടുണ്ട്. ഫസ്റ്റ് സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന കരാട്ടെ അറിയുന്ന കുട്ടിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ ചെയ്യാത്തൊരു കാര്യം ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഫൈറ്റിന്റെ സീക്വൻസ് ഒക്കെ ലാസ്റ്റ് പ്ലാനിൽ വന്നപ്പോൾ പീറ്റർ വന്നപ്പോൾ ഉള്ള മാറ്റങ്ങളാണ്. അത് നമ്മൾ സ്ക്രിപ്റ്റിൽ പറയുമ്പോൾ ഇല്ല, പക്ഷെ ഇങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മെയിനായിട്ട് പറഞ്ഞത് ഫസ്റ്റ് ഇൻട്രോയിൽ വരുന്ന ആ കരാട്ടെ വരുന്ന സീനാണ്. അപ്പോൾ അതിനുവേണ്ടി ട്രെയിനിങ് എടുക്കാം എന്നുള്ളൊരു തോട്ടാണ് ഫസ്റ്റ് കേട്ടപ്പോൾ തോന്നിയത്. ശ്രീധരനും വിഷ്ണുവിനും അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ ടീം എന്നെ അത് വിശ്വസിച്ച് ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അതിൽ നിന്ന് തിയേറ്ററിലെത്തി വർക്കായി. ഫസ്റ്റ് ആ വാക്ക് കേട്ടപ്പോൾ ഞെട്ടിച്ചെന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ സന്തോഷമുണ്ട്. എല്ലാവർക്കും തിയേറ്ററിൽ കാണുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, വർക്കാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മാസ്റ്ററിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്. മാസ്റ്ററിൻ്റെ ഇൻസ്ട്രക്ഷൻസും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. താങ്ക് യു മാസ്റ്റർ. ആ സീൻ ഇപ്പം ഇങ്ങനെ ഒരു പറഞ്ഞതുണ്ട്, എന്താ പറയുക, ഇൻസ്ട്രക്ഷനും എല്ലാത്തിനും താങ്ക് യു സോ മച്ച്. അതുപോലെ ശ്രീധരനായാലും വിഷ്ണുനായാലും വിദ്യ ഒപ്പം വർക്ക് ചെയ്ത് എല്ലാവരും ആ ഒരു അങ്ങോട്ടുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് കൊണ്ടാണല്ലോ എല്ലാം വർക്ക് ആവുന്നത്. അതിന് എല്ലാവരോടും ആ സപ്പോർട്ടിന് താങ്ക് യു. ഇപ്പോൾ ഈ വന്ന എല്ലാവരോടും സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. എക്സ്പീരിയൻസ് സാരിഫിനെ വെച്ചിട്ട് ഇടയ്ക്ക് വിളിക്കും, നീ ഡയറക്ടറുടെ ഫ്രണ്ട് ആയതാലും നിന്നെ വെറുതെ വിട്ടേക്കണം പറഞ്ഞിട്ട്. ഒരാഴ്ച എനിക്ക് അനങ്ങാൻ പറ്റണ്ടായിരുന്നില്ല. എനിക്ക് എന്തെങ്കിലും ചെറിയ പാസിംഗ് സീൻ മതി എന്ന് പറഞ്ഞാണ് അവിടെ ചെന്നത്. പക്ഷെ എന്നിട്ട് അലക്കായിരുന്നു. മാസ്റ്റർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാം. സോറി, കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയാം. Actually, when director introduced me to him, the friend master acting, as a friend illa idulla master director in the character inna thevapadudha adudha adi wants kitha vittu. Whether friends, I think keep it outside. Screen kulla enna thevapadudha adha seiyum solli. It was a very good experience. I feel sad for him. ഇപ്പൊ വിഷ്ണു ആണെങ്കിലും വിജയനാണെങ്കിലും ജയസൻ, ഓരോ വിജയൻ ഉൾപ്പെടെ സ്മൃതി ചേച്ചി, എല്ലാവരും നമ്മൾ സാധാരണ സിനിമകളിൽ കാണുന്നതിൽ നിന്നും ഒരു ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്, അതും ഹൈലി പ്രൊഫഷണലായിട്ട് കൊടുക്കാനായിട്ട് സാറിനെ കൊണ്ട് പറ്റിയിട്ടില്ല. ഫൈറ്റ് സീക്വൻസിലാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ജയശ്രീ ചെയ്യുന്ന ആ സീക്വൻസ്, വിജയേട്ടൻ ചെയ്യുന്ന സീക്വൻസ്, ഇതൊക്കെ നമുക്ക് എഴുതി വെക്കാം, പറയാം. ഇത് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടും റിയലിസ്റ്റിക് ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ
സാറിനെ പോലത്തെ ഭയങ്കര ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ സപ്പോർട്ട് നമുക്ക് വേണം. അപ്പം അത് സാറ് ഏറ്റവും മനോഹരമായിട്ട് ചെയ്ത് സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് നമുക്ക് ഫീൽ ചെയ്തത്, ഇപ്പം കണ്ട ഓഡിയൻസിന് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് എല്ലാവരും ഇപ്പം ഇത്തരം ചോദ്യം ചോദിക്കുന്ന ചർച്ചകൾ ഉണ്ടാകുന്നത്. അപ്പം തുടർന്നും അല്ലേ അത് സിനിമ മണപ്പൂർവ്വം എല്ലാം കൂടെ കച്ചവെട്ടി ഗ്രഹിക്കുന്നുണ്ട്. ആ ആ അയ്യോ, അത് ആദ്യം നന്ദി പറയുന്നു എൻ്റെ ഡയറക്ടറിനും സ്റ്റണ്ട് മാസ്റ്ററായിട്ടുള്ള പിടിഎൽ സാറിന് നന്ദി പറയുന്നു. കാരണം എന്നെ ഫസ്റ്റ് കണ്ടപ്പോഴേ ചോദിച്ചെന്ന് ചെയ്ത് இந்த அங்கிள் வயரக்கு வச்சுட்டு என்ன பண்ண போறீங்க? പിന്നെ ഒരു രക്ഷപ്പെടുത്തി എടുത്തു എന്നുള്ളതാണ് പറയാം. മനോഹരമായിട്ട് മീനിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ മീനിട്ട് അടിക്കുന്നത്, അത് വേറെ അല്ല. അതിന്റെ അനുഭവം പറയണ ശരിക്കും രാജീവ പറയാം. രാജീവ് എവിടെ വന്നിട്ടില്ല? അയ്യോ, പല പ്രാവശ്യം കൊണ്ടു. ഇവിടെ ഒറിജിനലായിട്ട് ചേർന്ന് കയറിയിരുന്നു എൻ്റെ കുറേ അടിയിൽ കിട്ടി കൊടുത്തു. രസമായിരുന്നു എല്ലാം. രാവിലെ വരിക, അങ്ങോട്ട് തുടങ്ങുക പരിപാടിക്ക്. തൊമ്മിക്കാണ് നമ്മുടെ ഗോപികൃഷ്ണൻ അവിടെ നിന്ന് നേരെ തൃശ്ശൂരേക്ക് പോയി, അതുകൊണ്ടാണ് വരാത്തത്. പുതുമുഖങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കുക, പുതിയ കലാകാരന്മാരെ ഇതിൽ പോലും ഒരു പ്രൊഡ്യൂസർ കൂടിയാണ്. എങ്കിൽ പോലും റിസ്ക് എടുക്കാതെ കുറെ പേർക്ക് അവസരങ്ങൾ കൊടുക്കുന്ന ഒരു കലാകാരനായിട്ട് തോന്നി. എപ്പോഴും അങ്ങനെ എനിക്ക് പോലെ എനിക്ക് പുറകെ വരുന്നവർക്ക് അവസരം ഉണ്ടാക്കണം എന്നൊരു ചിന്തയുള്ളതുകൊണ്ടാണ്. അല്ല, ഇതിലും പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. 3 പുതുമുഖ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഇവിടെ. ആദ്യമായി ദൈവത്തിന് നന്ദി. ഇതുപോലൊരു സ്ക്രിപ്റ്റുമായി നമ്മുടെ അടുത്തേക്ക് വന്ന, നമ്മുടെ അടുത്തേക്ക് അയച്ച ദൈവത്തിന് നന്ദി. ശ്രീത്വായ അടിപൊളിയായിട്ടുള്ള ഒരു പടം ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. സിനിമ നമ്മൾ കഥ കേട്ടതിനേക്കാളും ഒരുപാട് മേലെ സിനിമ വന്നിട്ടുണ്ട്. അപ്പോൾ വിഷ്ണുവിന് അതുപോലെ എല്ലാം പോസിറ്റീവായിട്ട് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടെങ്കിലും ഒരു പോസിറ്റീവായിട്ട് എല്ലാം ഓരോ പടിപടിയായി വരികയായിരുന്നു. പീറ്റർ ഹേൻ സാറ് ഒക്കെ അങ്ങനെ വന്നതാണ്. ആദ്യമൊന്നും ആലോചിച്ചില്ല, പക്ഷെ പെട്ടെന്ന് എല്ലാം അവരുടെ ഒരു ഭാഗ്യം പോലെ ഇവരുടെ കൂടെ വർക്ക് ചെയ്ത എല്ലാം ഒരു നല്ലൊരു ടീം വർക്കുമായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ പുതുമുഖങ്ങളായ നമ്മളെ അവരുടെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ വരെ. അത് തീർന്നു കിട്ടി. ഒരു ടെൻഷൻ, വിഷ്ണു പറഞ്ഞതുപോലെ ടെൻഷൻ റിലീസായി കിട്ടി സിനിമയോടൊപ്പം. ഓക്കെ, ഉത്തരം പറയുന്നു. ചതിച്ചോ? ഞാനാ ചതിച്ച ശരിക്കും. ഓഡിഷൻ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു വാലടിക്കാൻ പറ്റും, ബൈക്ക് ഓടിക്കില്ലേന്ന് ചോദിച്ചു. ഞാൻ ഓടിക്കാലും ഓടിക്കും എന്ന് പറഞ്ഞു. എവിടെ? ഞാൻ പോയി പഠിച്ചു, ഞാൻ പഠിച്ചു, സിനിമയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചു. ശ്രീതേട്ടാ എക്സ്പീരിയൻസ്? ഫസ്റ്റ് എക്സ്പീരിയൻസ് സിനിമയിലൊരു സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചേച്ചി വെച്ചിട്ട് വരുന്നത്. അത് ആദ്യം തന്നെ ആക്സിലേറ്ററോ എന്തൊക്കെയൊക്കെയോ ചെയ്ത് നേരെ വണ്ടി വീടിന് അകത്തോട്ട് പോകാൻ പോയി. ചേച്ചി ചാടി ഇറങ്ങിയോണ്ട് ചേച്ചിക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല. പക്ഷെ പിന്നെ അടുത്ത ടൈമിലും ഓക്കെ. അതായിരുന്നു ആദ്യം ഷൂട്ട് ചെയ്തത്. അതിന് ശേഷമാണ് എന്നായിട്ട് ബൈക്കിൽ പോണത്. അപ്പോൾ മാസ്റ്റർ പീറ്ററിന്റെ ഫൈറ്റ് ചെയ്യാൻ ടെൻഷൻ ഉണ്ടായെന്ന് എനിക്ക് അതിനേലും ടെൻഷൻ വിദ്യയുടെ കൂടെ ബൈക്കിൽ പോകാനാണ്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. തനത്താനെ പഠിച്ചു, ഉരുണ്ടടിച്ച് വീഴൊക്കെ ചെയ്തു. എന്നാലും പിന്നീട് പഠിച്ചു. ഇനിയിപ്പോൾ ഏത് ബൈക്ക് ഓടിക്കുന്ന വേഷം ചെയ്യാൻ റെഡി ആയിട്ടായിരിക്കണം. അതൊന്നുമില്ല. അല്ല, ഞങ്ങളത് വെറുതെ ഇങ്ങനെ വെച്ചതേ ഉള്ളൂ. ഇതെങ്ങനെ വരുമെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് പിടിക്കാന്ന് വെച്ചിട്ട്. പക്ഷെ ഇനിയിപ്പോൾ എന്തായാലും അത് പിടിക്കണം. ചെറിയ ഫൈറ്റ് സംഭവമാണ്. സ്കൂളിലെ സീനാണ്, +2 പിള്ളേരാണ്. നമ്മൾ കുറെ അടിയിലാക്കിണ്ടല്ലോ. അപ്പൊ ഞാൻ +2 പിള്ളേര് പിന്നെയാണ് മാസ്റ്റർ ഇന്നാവുന്നത് പടത്തിലോട്ട്. അപ്പൊ എനിക്ക് കുറച്ചും കൂടി സന്തോഷമായി ഈ പടം ചെയ്യാന്നുള്ളത്. ആദ്യം അടി ഇഷ്ടമാണ്.
300 പേരിലെ ക്ലൈമാക്സില് പിന്നെ ശ്രീത്ത് എന്ന് പറഞ്ഞ ആളെ കണ്ണുണ്ടി കാണില്ല. പുള്ളി കട്ട് പറഞ്ഞ പിന്നെ ഞങ്ങൾ ഓരോ സ്ഥലത്ത് പോയിട്ട് രസമായിരുന്നു. അതിന്റെ റിസൾട്ട് പടത്തിലുണ്ട്. അതിൽ അഭിനയിച്ച എല്ലാവരും ആയാലും ആർട്ടിസ്റ്റുകളൊക്കെ ആയാലും നല്ല പെർഫോമൻസ് ആയിരുന്നു. പടം എന്തായാലും നിങ്ങളെ കൂടെ ഒന്ന് സെറ്റ് ആക്കണോട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, കൺവിൻസ് ചെയ്യാനായിട്ട് സാറ് ഇതിന്റെ സ്റ്റോറി ലൈൻ കേൾക്കണം. ഞങ്ങളുടെ ഇത്രയും വലിയ ആഗ്രഹമായിരുന്നു. നമ്മളിപ്പോ ടീച്ചറിൽ വിഷ്ണു പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, പ്ലസ് ടു പിള്ളേരുടെ അടി കണ്ടിട്ടുണ്ടോ, നല്ല നാടൻ അടി എന്ന് പറയുന്നത്. ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഡയലോഗ് ക്വസ്റ്റൻ പീറ്റർ ഹീൻ്റെ അടി കണ്ടിട്ടുണ്ടോ, നല്ല നാടൻ അടി. ഇതായിരുന്നു ഞങ്ങളെ അതിലേക്ക് എത്തിച്ചൊരു ഘടകം. അപ്പം സാറ് ഒരുപാട് സ്റ്റൈലിഷ് ഫൈറ്റുകൾ കമ്പോസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ നാടൻ തല്ല് കമ്പോസ് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം ആ ആഗ്രഹമാണ് സാർ എനിക്ക് കൽക്കിയിലോ ഇതിൻ്റെ ഷൂട്ടിൽ നിന്നുമാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതും സ്റ്റോറി ലൈൻ പറയുന്നത്. അപ്പം അവിടെ ഹൈലി പോളിഷ്ഡ് ആയിട്ടുള്ള ഫൈറ്റ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു സാറിന് അത് ഭയങ്കരമായിട്ട് കണക്റ്റായി. ഞാൻ പറഞ്ഞില്ല നേരത്തെ, സാറ് ഈ സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ ഈ ഫൈറ്റ് ഈ സിനിമയിൽ സാധാരണ സിനിമയിൽ അന്ന പിന്നെ ഇവിടെ ഒരു ഇടി ഇടാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടുന്നതല്ലാതെ ഈ സിനിമയുടെ സീനിന്റെ ഭാഗമാണ് ഫൈറ്റ്. ഈ ഫൈറ്റുകൾ മാറ്റി വെച്ചാൽ നമുക്ക് സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ് അല്ല. അത്തരത്തിൽ പോകുന്നൊരു സിനിമ ആയതുകൊണ്ട് സാറിനത് പെട്ടെന്ന് കണക്ട് ആയെന്നതാണ്. അപ്പൊ സാറ് ആദ്യമേ പറഞ്ഞ കുറെ നാളിന് ശേഷമാണ് ഇത്രയും സീൻ കൊറിയോഗ്രാഫിയിൽ തന്നെ ഫൈറ്റ് വരുന്നൊരു സബ്ജക്ട് കേൾക്കുന്നത്. സാർ എന്തായാലും ചെയ്യും. പിന്നെ സാർ ഇത് ചെയ്യാനായിട്ട് ലൊക്കേഷനിൽ വന്നപ്പോഴാണ് ആക്ച്വലി സാർ കമ്മിറ്റ് ചെയ്യാനുണ്ടായ കാരണത്തെ പറ്റി സാറ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നത്. അത് എത്രത്തോളം നമുക്ക് പുറത്തു പറയാൻ പറ്റും എന്ന് എനിക്കറിയില്ല. സാറിന്റെ ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള കുറെ അനുഭവങ്ങൾ സാറ് ഈ സിനിമയിൽ അല്ലെങ്കിൽ ഈ സിനിമയിലെ ചന്തു എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത്. അപ്പം അതാണ് സാറിന് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയത് ഈ പ്രൊജക്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇതിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഞാനിപ്പം ഓൺലൈനിൽ ഒരു വീഡിയോ പുറത്തുവിടും. അതായത് ഈ ബാല്യത്തിലുള്ള ചന്തുവിന് അവന് ട്രോമ വരുന്നൊരു സീക്വൻസ് ഉണ്ട്. ഈ സീക്വൻസ് സാറ് ഷൂട്ട് ചെയ്തെടുക്കുന്നത് അത് ഭയങ്കര രസമായിട്ടായിരുന്നു. ആ പയ്യൻ സാറ് പെർഫോം ചെയ്യാണ് ഈ ചന്തുവായിട്ട് നിന്നിട്ട് പെർഫോം ചെയ്തിട്ട്. അപ്പം ഓപ്പോസിറ്റ് നിന്ന് പെർഫോം ചെയ്യുന്ന പയ്യന് ഇപ്പൊ കണ്ണാടിയിൽ നോക്കി ഡയലോഗ് പറയുന്ന പോലെ വെറുതെ റിയാക്ട് ചെയ്താൽ മാത്രം മതി. അത്രയും ഈ സീക്വൻസുകളോട് എന്താ പറയാ, സീക്വൻസുകളിൽ വർക്ക് ചെയ്തിട്ടാണ് സാറ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ സാറിന്റെ ഒരു ഇതിലേക്ക് വരാനുള്ള ആ സാറിന്റെ ആംഗിളിലുള്ള വെർഷൻ സാറിനോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്, നമ്മള് കൊണ്ടുവന്നതിനപ്പുറത്തേക്ക് അല്ലേ. This film, the fact of this film. First of all, when director called me up, I got a call and then through my secretary. And then I said, okay, because I was working. So I said, okay, in the evening time. But when he started telling me one line, which is, that itself, it's very much, I felt so much like, impressed, the outline. Then I started asking him more and more, because my way of action is not a kind of like, jumping and hitting, and that is not my style. My style is I like to go in a very real way, like how every one of us, if we have some problem in our personal life, so how will we do? But not everyone will do the same. And I'm a kind of a person, when I wanted to, like, when the director narrate me the story, I'm a kind of person, if someone kill my families or destroy my families, and when I see that person, I will not be happy, like, killing him in one spot, but at the same time I think the same. But I will not be happy jumping onto the wall and then push the force and kick him and break his head with the help of other properties. That is not the way how I feel. But it might look great and it look wonderful on the screen, but the style is not there, and I will not do that. Even the director, sometimes I have walked out of the set because they ask me to do something which is it is not matching at all. But when I listen to the story, it is very much connected to me, my personal life, and how wonderful things about the parents. And I've been
like, a child traumas, when you're a child, every one of us has certain things. But we will not recognize that, we will not know that. But the fact is that. So it was a wonderful things that the director has told me. It connected to my personal life, to my children's, and to the schools that, like, how today we knows all these children's what's going on. So that is he took that point from me, and I was so great. So I told to my secretary, I said, sir, whatever it is, just provide the dates for them, sir, and make sure do the needful. That's what I told, because I don't talk to my secretary much, but I'll tell what is necessary. And then he said, but certain films is going on, but the dates they asked. I said, sir, try to adjust. That is what you're working for me. You have to provide the dates for them. So behind the thing, I was supporting him so much, and I've been committing all the other films also, but I'm waiting day by day. When I started this, accepted this film, I was waiting day by day what will be on my shooting spot and how I'm going to achieve. And I'm waiting for the day to do the editing, and I'm waiting for the day to release. And today I saw the films, and it is a very decent film, as I told before. And there is another more connectively for me, but it is in the scenes director didn't tell that. I think so he's keeping it for the second part, which is, that gives me very much interest. And that part, I think so I should not say now, because it's not good. But being a technician, I love, because that has relevant more than this part. So I didn't know, because it's a scene, so I said, okay, good, you're mastermind in this. So this is how I got connected to these films, and I can say a lot actually, but now if I say too much, but that's my personal feelings. That is what the difference here. And what am I good at? Since you said it's true, and many people have said the same, it's most wanted in the country. But I like more realistic, I like more these things. And when the audience, in Kerala audience, they felt the same. And it is not now. For me, when I was young, very young, I seen Kerala's actions, which is, I said, wow, this is what we do in the road. We fight like that. We don't jump, fly, kick and all these things. We don't do that. We might do, but depends on the heroes. So why am I so connected to audience, Kerala audiences? Because very raw and realistic people are expecting from the technicians. And that is what I got very much connected. The fake is, I'm not happy. So this is the difference which I enjoy working. But for other things, that is different. That level and all those things are different. But I really personally like because of realistic. And sometimes many people won't like realistic because it's very simple. But when you see with the whole story, that makes a lot of difference. Like today, as I told in the beginning, this thing I've seen Project K, and then Indian 2, which is Ryan also just get going. But those sound effects, everything is mind blowing. Everything, the music, the actors, everything mind blowing. But suddenly when I watch this film, everything is down. That shows how realistic it is. So that is a lot of difference. Sir, if I ask you, what Number is, actually it's very hard for me to answer this, but it is also very easy for me to answer. Because whatever I'm doing, I do my best, I enjoy myself and I'm doing it. So what will be my memorable moments? It is, I don't know how to say, but I will say, because it is the question you ask yourself, it's complicated and easy. That is what you've been asking. My most memorable things is, that is every day I get up in the morning, I go to work, I enjoy like how I work this clip. I enjoy myself, I'm waiting for the moment. That is now. When I was stuntman, when I take my bag, I don't know whether I will come back home alive or not. That is what I felt when I was stuntman.
Same thing sometimes when I go to shooting, I end up in the hospital because I love my job so much every day, and that is what I've been doing, and now I do the same. So there's no categories, it's all the same. Sir is a very legendary person, which is eyewitness. நான் வந்து பார்த்துருக்கேன். ஒரு அவ்வளோ பெரிய லெஜெண்டரி ஆர்டிஸ்ட் வந்து ஒரு சின்ன குழந்தை மாதிரி ஒரு புது ஃபைட்டர்ஸ் வந்து ஷூட்டிங் ஸ்பாட் வந்த மாதிரி இருக்காரு. இது இப்போ ரீசெண்டாக வந்து பெங்களூரில் பண்ணியிருக்கேன் ஒரு ஆக்ஷன் சீக்வன்ஸ். அந்த நீங்கள் வந்து ரோப் ஷாட் சொல்லிருக்கீங்களே, அது வந்து ஒரு ரோப் ஷாட் எங்கே என்ன பண்ணுவாங்க, ஒரு ரோப் ஷாட் வந்து இங்கேருந்து ஜம்ப் பண்ணி அங்கே கீழே வந்து கிக் பண்ணுவாங்க, ஏதோ ஒன்று பறக்குங்க, தள்ளி விழுவாங்க, அதெல்லாம் ரோப் பார்த்துப்பீங்க. Now recently I have composed it for Lal sir. ஒரு ஷாட் வந்து ஃப்ரம் த ஹார்ஸ்லேருந்து வருவார். அது வந்து இட் இஸ் நியர்லி ஃப்ரம் 8, நாங்கள் 1500 பேர் கேட்டோம், அவங்க வந்து ஒரு 800 பேர் தான் கொடுத்துருக்காங்க. ஸோ 800 பீப்புள்ஸ் ஆன் த செட், அண்ட் தேர் ஆர் ஃபைட்டர்ஸ் அண்ட் ஹியூஜ் ஃபைட்டர்ஸ். அவங்க வந்து 8 feet, எது அந்த கேரக்டர் ஆர்டிஸ்ட் ஒரு 8 feet இருக்கும், தட் மீன்ஸ் டால். அந்த மாதிரி ஆளுங்க அந்த ஆக்ஷன் சீக்வன்ஸில் பண்ணும்போது I decided the heroine characters and co-characters எல்லாம் ஒவ்வொரு ஆர்டிஸ்ட் நல்ல mind blowing work. Why I'm saying mind blowing because I liked it. ஸோ அப்படியே ஒரு சீக்வன்ஸ் இப்போ லால் சார் வந்து எண்டுக்கு வர்றாரு. ஸோ அவருக்கு வந்து இட் ஷுட் பி பியாண்ட் ஆல் தி அதர் ஆர்டிஸ்ட். ஸோ ஐ மேட் ஒன் ஷாட் ஃபார் லால் சார். 90% of the fight, once he gets off the horse, அதுலேருந்து இங்கேருந்து ஜம்ப் பண்ணி அங்கே அடிச்சு இவங்க மேலே இருக்க அந்த பக்கம் போயிட்டு இந்த வால் போட்ட ஒரு சிங்கிள் ஷாட் எடுத்துங்க நான். அண்ட் யூ மஸ்ட் see all our Kerala people's going to be proud of Lal sir. அந்த மாதிரி ஒரு சீக்வன்ஸ் வந்து அந்த மாதிரி சார் பண்ணிருக்காரு. ஸோ லால் சார் knows who's doing the shot. மம்மிட்டி சார் வந்து அட்வைஸ் பண்ணிருக்கலாம், பட் லால் சார் அப்படி இல்லை. இந்த ஷாட் கேரண்டி இருக்கா, இஸ் இட் குட், if it is good he will go to any extent and do. This is what Lal sir does. So advising Lal sir, he knows what he's doing, so there's nothing for us to worried about Lal sir, and it's nothing for me to think like, you know, can I design the shot. Manage baranga, just think as an action director, or எனக்கு வந்து at least ஒரு 60 feet, I might be wrong, படத்தில் பார்த்து ஒரு 60 feet இருக்கும் அங்கே ரோப்ல இருந்து. பட் எல்லாம் லாஜிஸ்டிக், எதுவுமே வந்து ரோப்ல போறது தெரியாது. ஏன்னா நான் இங்கேருந்து ஜம்ப் பண்ண அங்கேருந்து அந்த கேமரா புஷ் பண்ண இவங்க மேலே ஏறுது, அந்த மாதிரி அடிக்கிறது. இவங்க வந்து அந்த குதிரைக்கு மேலே இன்னொரு குதிரை இந்த ஃபைட்டர்ஸ் மேலே விழுவுது, அதுக்கப்புறம் அவங்க மேலே கத்தி பிடிச்சிட்டு இங்கே போகிறது, ஃபைனலில் குதிரை மேலே ஏறிட்டு திருப்பி வந்து கீழே இறங்குறது. இதெல்லாம் லாஜிஸ்டிக், எனக்கு வந்து ஆர்டிஃபிஷியல் போயிட்டான். பட் லால் சார் டிட் தட் ஃபார் 2 nights. And the whole shot he did for 2 nights. As I said, I end this point, we all are going to be proud with Lal sir. This is what my answer. സെക്ഷൻ അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോൾ ഈ പടം കണ്ടപ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് മനസ്സിലായത്. അയ്യോ ഇത്ര കഷ്ടപ്പെട്ടാലും ഇത്ര നല്ലൊരു ഷോട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഇത് പന്ത് കളിക്കുന്ന ഇഷ്ടംമാതിരി ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു ഷാർപ്പ് സെക്കൻഡ് ചെയ്യുന്നതാണ്. പക്ഷെ ഇത് ഇങ്ങനെ ചെയ്ത് മാസം ചെയ്ത് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ ഇതിങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പോൾ നല്ല വെയിലും ഇതിൻ്റെ ചൂടും ഒക്കെ കൂടിയപ്പോൾ ഞാൻ കുറച്ച് കറുത്തു. അതാണ് ഇതിൽ ഉണ്ടായത്. പക്ഷെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. താങ്ക് യു മാസ്റ്റർ. What's Vijay sir is telling one point, but இன்னொரு பாயிண்ட் வந்து டஸ்ட் வந்து அடிக்கிற அந்த மண் அடிக்கும், அப்புறம் இந்த குழந்தைங்களை வெளியில இந்த கல்லு தூக்கி போடுறப்ப இல் கோ டு தி பேட் கைஸ் அண்ட் குட் கைஸ். இதெல்லாம் இருக்கு. അതായത് വിജയേട്ടന്റെ ഈ സിനിമയിലെ പി ടി മാസ്റ്ററായിട്ട് വെക്കുമ്പോൾ തന്നെ ലോക പ്രശസ്തമായ സംഭവമാണ് പുള്ളിയുടെ സിസർ കിക്ക് എന്ന് പറയുന്നത്. അപ്പൊ അന്നോടുള്ള ഒരു ദീർഘവീക്ഷണമാണ്. ഞങ്ങൾക്കത് ഒന്ന് നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും അല്ല ചേട്ടൻ ആക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചപ്പോഴാണ് ആ സിസർ കട്ട് അതെ പ്ലാൻ ചെയ്ത് അന്ന് തുടങ്ങി
ശ്രീതേട്ടന്റെ ഒരു വിഷമം അതിന് തിയേറ്ററിൽ ഉറപ്പ് കയ്യടി കിട്ടുന്നു. അല്ല, ഇന്ന് തിയേറ്ററിൽ ആ ഷോട്ട് നമ്മൾ കാണുമ്പോൾ ഉണ്ടായ ഒരു കയ്യടിയും ആരവവും അത് തന്നെയാണ് ഇത് കമ്പോസ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്കുണ്ടായിരുന്നത്. കാരണം ഞാനൊക്കെ ചെറുപ്പത്തിലെ പത്രത്തിൽ വായിച്ചിട്ടുള്ളതും ഇതൊക്കെ ആയിട്ടുള്ള ഇത് വെച്ചിട്ട് നമുക്ക് ഭയങ്കര ആരാധനയുള്ള ആളാണ്. അപ്പം അതൊന്ന് കാണണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം. അത് തിയേറ്ററിൽ ഇത്രയും പേരെ കൊണ്ട് എനിക്ക് കാണാത്തവർക്കൊക്കെ ഇടീജന്തുലത് കാണാം. ഇടീജന്തുലത് കാണാം. അത് ഞങ്ങള് അതിന്റെ റോയലിറ്റി എടുത്ത് ഒറ്റ ടേക്ക് സാധാരണ അപ്പം ഇങ്ങനെ മറിയുമ്പോഴൊക്കെ റോപ്പ് പരിപാടിയാണ്, ഒന്നുമില്ല. അതാണെങ്കിൽ ഞാൻ അതിന്റെ റഷ് പുറത്തുവിടാം. ഒറ്റ ടേക്ക് ഷാർപ്പ്, അതിനാണ് നമുക്ക് ഏറ്റവും ഹാപ്പി ആയി പോയത്. ഈ തീരുമ്പോ ഇതിലൊക്കെ ഒറ്റ പ്രശ്നം നിൽക്കേണ്ടി വന്നുള്ളൂ. അതെ, നമ്മള് വിചാരിക്കും വന്ന് ഒന്ന് റിഹേഴ്സൽ ഇല്ലടാ വന്നിട്ടോ നേരെ കീറാണ്. അതൊരു പ്രത്യേക ഫീലാണ്. അതെ.